ഇപ്പം ഐശുപ്രസവം കഴിഞ്ഞ് 4 മാസത്തോളമായി. അതിനുശേഷമാണ് നാട്ടിലേക്ക് വന്നത്. പാലക്കാടായിരുന്നു. അവിടെ ഇപ്പം ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂരെത്തിയ ശേഷം നമ്മുടെ ഇവിടെ ഒരു പ്രസവ ചികിത്സ എവിടെ പോവാന്നുള്ള ആലോചിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ സമത ആയുർവേദ പെട്ടത്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നല്ല അന്തരീക്ഷവും നല്ല നവനീത് ഡോക്ടർ എനിക്ക് മുന്നേ പരിചയമുണ്ട്. അതേപോലെ വൈഫ് സരിക ഡോക്ടറെയും പരിചയപ്പെട്ടു. നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. എല്ലാ രീതിയിലും നല്ല സർവീസ്, ട്രീറ്റ്മെന്റ്, ഫുഡായാലും എല്ലാ രീതിയിലും നല്ലൊരു അനുഭവമാണ്. ഇനി ചികിത്സയെ പറ്റി ഇവള് പറയട്ടെ. ചികിത്സയെ പറ്റി പറയുന്നതിന് മുന്നേ ആദ്യം അവിടുത്തെ അന്തരീക്ഷം പറയണം. നല്ല കാം ആൻഡ് പീസ് പറ്റിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് നമുക്കൊരു റിലാക്സേഷനാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഹെഡ് മസാജും ബോഡി മസാജും ഇതെല്ലാം കിട്ടുമ്പോൾ കൂടുതലും നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കണ ഏറ്റവും വലിയ ഗിഫ്റ്റാണത് പ്രസവരക്ഷ പറയണത്. പിന്നെ അതുപോലെ തന്നെ തലയിലെ ഹെഡ് മസാജും അതുപോലെ തന്നെ കിഴി ചെയ്യണത് തന്നെ കൂടുതലും ഡോക്ടർ ഫസ്റ്റ് നമ്മളെ കൺസൾട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഓരോ പേഷ്യൻസിനും ഡിഫറെൻറ്റ് പോലെയാണ്. കാരണം എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. കാരണം എല്ലാവർക്കും ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, നെക്ക് പെയിൻ ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പോലെയാണ്. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയില്ല ഫീഡിങ് പൊസിഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടാണോ അറിയില്ല, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞതല്ലേ. അതുപോലെ തന്നെ ഷോൾഡറിലൊരു പെയിൻ ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നില്ല. പിന്നെ കിഴി ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ നോട്ടീസ് ചെയ്തത് എനിക്ക് അവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ അവിടെ ഇപ്പോൾ കുറവുണ്ട്. നല്ല ബാക്ക് പെയിൻ ആയാലും നല്ല കുറവുണ്ട്. സ്റ്റാഫിനെ കുറിച്ചും പറയണം, നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ കുഞ്ഞുമാവേനും അവളുടെ ഇടയ്ക്ക് അവരതിനെ എടുക്കാറുള്ളത്. അവള് നല്ല പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. അത് പെട്ടെന്ന് നമ്മളിപ്പം ഫുഡ് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ബാക്കിയുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷനില്ല. മൊത്തത്തിൽ ഓവറോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്തായാലും ഇപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ എനിക്ക് കണ്ണിനൊരു എന്താ പറയുക തലവേദനയും പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇവിടെ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് ഡോക്ടർ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ പ്രസവരക്ഷയ്ക്ക് 8 ടൈം ഫുഡായിരുന്നു എനിക്ക് കഴിക്കാനുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, അത് പ്രത്യേകം പറയണം. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ദിവസവും വെറൈറ്റി ആണ്. എല്ലാ ദിവസവും വെറൈറ്റി ആയിരുന്നു. ഞങ്ങൾ ചോദിക്കാം നാളെ എന്താ, ഇനി നാളെ എന്താ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബൈസ്റ്റാൻഡർക്ക് 4 ഫുഡ്, അവൾക്ക് പേഷ്യന്റിന് 8 ടൈം ഫുഡ് ഉണ്ട്. ജ്യൂസും അതും ഇതൊക്കെ ഇടക്കിടക്ക് ഫുൾ ടൈം ഫുഡ് ഉണ്ട്. നല്ല എൻഗേജ്ഡ്. മൊത്തത്തിൽ ഞങ്ങള് നല്ല ഹാപ്പിയാണ് അല്ലേ മാമി? മാമിക്ക് എന്താ പറയാനുള്ളത്? മാമി നല്ല ഹാപ്പിയാണ്. എല്ലാ ദിവസവും നല്ല അടിപൊളി കുളി കിട്ടി, നല്ല മസാജ് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങള് നല്ല ഹാപ്പിയാണ്.